ഒരു 10 രൂപയുടെ കർച്ചിപ്പ് വാങ്ങുമ്പോൾ പോലും നാം എത്ര ശ്രദ്ധിക്കാറുണ്ട് എങ്കിൽ നമ്മുടെ പരലോകം ഉറപ്പുവരുത്തുന്നതിൽ നിതാന്തമായ പഠനവും ജാഗ്രതയും ഉണ്ടാകണമെന്നാണ് ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് സലഫി പ്രസ്ഥാനം, ഈ ആദർശ കൂട്ടായ്മ, മുജാഹിദുകൾ, സലഫികൾ എന്നൊക്കെ പറയുന്നവർ ലോകത്തോട് പറയുന്നത്? അതാണ് പ്രധാനമായി നാം ചർച്ച ചെയ്യുക. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന് മാത്രമായി ചില പ്രത്യേകതകളുണ്ട്. അത് സമ്പൂർണമായ ദൈവികമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, 3-ാം അധ്യായം 19-ാമത്തെ വചനമാണ്. തീർച്ചയായും അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം അനുസരണം, സമാധാനം എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഇസ്ലാമാണ്. ആ ഇസ്ലാം ദുൽഹജ്ജ് 9 പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പൂർത്തിയാക്കിയ മതമാണ്. ഒന്നുകൂടെ ക്ലിയറായാൽ, ദുൽഹജ്ജ് 9 പ്രവാചകന്റെ വിയോഗത്തിന് മുമ്പുള്ള ദുൽഹജ്ജ് 9 എന്ത് ദീനാണോ, എന്ത് കർമ്മമാണോ, എന്ത് ആചാരമാണോ, എന്തനുഷ്ഠാനമാണോ ലോകം അവസാനിക്കുന്നതുവരെ അത് ദീനാണ്. അന്നെന്ത് ദീനല്ലയോ അത് ലോകം അവസാനിക്കുന്നവരെ ദീനല്ല. ഇതെന്റെ വാക്കല്ല. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം 3-ാമത്തെ വചനത്തെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞ വാചകമാണ്. സ്വാഭാവികമായും 5-ാം അധ്യായം 3-ാമത്തെ വചനം എന്താണ്? ആകാംക്ഷയുണ്ടാകും. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി, നിങ്ങൾക്ക് അല്ലാഹു ഈ മതത്തെ തൃപ്തിപ്പെട്ടു തരികയും ചെയ്തു. സമ്പൂർണമാണ് ദുൽഹജ്ജ് 9. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അന്നെന്ത് ദീനാണോ അത് ലോകം അവസാനിക്കുന്നവരെ ദീനാണ്. അന്നെന്ത് ദീനല്ലയോ അത് ലോകം അവസാനിക്കുന്നവരെ ദീനല്ല. വകുല്ലു ഖൈറിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർറിൻ ഇബ്തിദാഇ മൻ ഖലഫ്. പാരമ്പര്യം അഥവാ ഏറ്റവും വലിയ ഖൈറ് കുടികൊള്ളുന്നത് പൂർവികരെ പിൻപറ്റുന്നതിലാണ്, സലഫുകളെ പിൻപറ്റുന്നതിലാണ്. എല്ലാ ഷർറും കുടികൊള്ളുന്നത് പിൽക്കാലത്തെ പണ്ഡിതന്മാരെ പിൻപറ്റുന്നിടത്താണ്. ഒന്നുകൂടെ കേട്ടു നോക്കിക്കേ. വകുല്ലു ഖൈറിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർറിൻ ഇബ്തിദാഇ മൻ ഖലഫ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വീണ്ടും പറയുന്നു. എന്താ പറയുന്നത്? ആരംഭ കാലഘട്ടം ഏതൊന്നുകൊണ്ടാണോ നന്നായത്, അവസാന കാലഘട്ടവും അതുകൊണ്ടാണ് നന്നാവുക. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ പറയുന്നത്, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമമായ തലമുറ ഞാൻ ജീവിക്കുന്ന എൻ്റെ കൂടെയുള്ള തലമുറയാണ്, പിന്നതിനടുത്ത തലമുറയാണ്, പിന്നതിനടുത്ത തലമുറയാണ്. അവരാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമന്മാർ. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ, സൂറത്ത് തൗബയുടെ 10-ാമത്തെ വചനത്തിൽ റഹ്മാനായ റബ്ബ് പറയുന്നത് ഇങ്ങനെയാണ്: വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. നിങ്ങൾ പൂർവികരായ മുഹാജിറുകളെ, പൂർവികരായ അൻസാറുകളെ നിങ്ങൾ പിൻപറ്റണം. അവരെ അല്ലാഹ് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹ് അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ 7-14 ലോകങ്ങളുടെയും തമ്പുരാൻ, സർവ്വജീവജാലങ്ങളുടെയും നാഥൻ, 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങളെ ഭൂമുഖത്തേക്ക് പറഞ്ഞയച്ച റഹ്മാനായ റബ്ബ് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അത് പ്രവാചക തിരുമേനി പറയാണ്, നോക്കൂ, വതഫ്തരികു ഉമ്മത്തി 73 മില്ലാ കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദാ. നോക്കൂ നിങ്ങൾ, ഒരുപാട് ഭിന്നതകൾ കാണും. ജൂത ക്രിസ്ത്യാനികൾ 72 വിഭാഗമായി പിരിഞ്ഞു.
എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയുന്നതാണ്. കുല്ലുഹും ഫിന്നാർ, 72 വിഭാഗവും നരകത്തിലാണ്. ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്ത് പോവുക. അപ്പൊ അനുജന്മാർ ചോദിച്ചു, നബിയേ, ആ സ്വർഗത്ത് പോകുന്നവനാരാ? മാ അന അലൈഹിൽ യൗമ, അടിവരയിടണേ. മാ അന അലൈഹിൽ യൗമ, അൽ യൗമ ഇൻവെർട്ടഡ് കോമ, അൽ യൗമ അൽ യൗമ അൽ യൗമ അൽ യൗമ മാ അന അലൈഹിൽ യൗമ വസ്ഹാബി. ഈ ദുൽഹജ്ജ് 9 ഇന്ന് ദീൻ എന്താണോ, ഇന്നത്തെ വിശ്വാസം എന്താണോ, മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസം, ജിന്നുകളെ കുറിച്ചുള്ള വിശ്വാസം, അമ്പിയാക്കളെ കുറിച്ചുള്ള വിശ്വാസം, ഔലിയാക്കളെ കുറിച്ചുള്ള വിശ്വാസം, എന്ത് വിശ്വാസമാണോ അത് വിശ്വാസമാണ്, അത് ആചാരമാണ്. അത് ഉൾക്കൊണ്ട സ്വഹാബത്തെ, ആ സ്വഹാബത്തിന്റെ വഴി വമൻ യുശാഖിഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസഅത് മസീറാ. 4-ാം അധ്യായം സൂറത്ത് നിസാ 115-ാമത്തെ വചനമാണ്. വമൻ യുശാഖിഖുർ റസൂൽ, റസൂല് നമുക്ക് കൃത്യമായി മാർഗം കാണിച്ചു തന്നു, ദീന് കാണിച്ചു തന്നു. ഹിദായത്ത് പ്രകടമാണ്, സുവ്യക്തമാണ്. തറക്തുകും അലൽ മഹിജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ, പ്രകാശപൂരിതമായ പാതയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ, അതിലെ രാത്രി പകലിനെ പോലെ പ്രശോഭിതമാണ്, അവ്യക്തതകളില്ല, എല്ലാം കൃത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറ്റി പറഞ്ഞ അങ്ങനെ, ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ലോകാവസാനം വരെ ഒരു ന്യൂനപക്ഷം, ന്യൂനപക്ഷം അവർ മാത്രമായിരിക്കും സത്യത്തിൽ, ഭൂരിപക്ഷമല്ല, ന്യൂനപക്ഷം ലോകം അവസാനിക്കുന്നവരെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വിഭാഗത്തിന് മംഗളമുണ്ട്, ആശീർവാദമുണ്ട്. ആരാണ് അവർ? അത് അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ ബഅദി മിൻ സുന്നത്തി, എന്റെ കാലശേഷം സുന്നത്ത് കേടുവരുത്തി ബിദ്അത്തുണ്ടാക്കി അവർക്കെതിരെ ഇസ്ലാഹ് നടത്തുന്നവർ, പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു വിളിക്കുന്നവർ, വരൂ ഖുർആനിലേക്ക് വരൂ, വരൂ സുന്നത്തിലേക്ക് വരൂ. അഭിപ്രായ ഭിന്നതയുണ്ടോ? ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഖ്വീലാ. 4-ാം അധ്യായം 59-ാമത്തെ വചനം. മതപരമായി അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. ദാലിക ഖൈറുൻ, അതങ്ങൾക്ക് ഉത്തമം, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ. ഇപ്പം മുഅ്മിനുകളുടെ ലക്ഷണം എന്താണ്? ഖുർആനിലുണ്ടോ, സുന്നത്തിലുണ്ടോ, സ്വഹാബത്ത് സ്വീകരിച്ചിട്ടുണ്ടോ, ആധികാരികമായ രേഖകളിലുണ്ടോ, അഹ്ലുസുന്നത്തി വൽ ജമാഅ പഠിപ്പിച്ചിട്ടുണ്ടോ? ഷെയ്ഖ് ജീലാനിയുടെ ഗനിയത്തു താലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥം, അതിന്റെ 80-ാമത്തെ പേജിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറഞ്ഞത് അല്ലാഹു റസൂലും പറഞ്ഞതെന്തോ അത്. ലേ തറക്തു ഫീകും അംറൈനി, 2 കാര്യം വിട്ടേച്ചു പോവാണ്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി, 2 കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, അത് മുറുകെ പിടിക്കണം എന്നാണ്. ഒരു ചോദ്യത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ പ്രസംഗം വിഷയാപരമായി തുടങ്ങുന്നത്. ഒന്നത് ഇതാണ്, പ്രവാചകന്മാർ ലോകത്ത് വന്നോ? വന്നു, എല്ലാവർക്കും ഉറപ്പാ. അമ്പിയാക്കൾ ലോകത്ത് വന്നോ? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ അൻ അബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. 16-ാം അധ്യായം 36-ാമത്തെ വചനം നോട്ട് ചെയ്തോളി. എല്ലാ സമൂഹത്തിലും പ്രവാചകന്മാർ വന്നു. വലിക്കുല്ലി ഖൗമിൻ ഹാദ് ഖാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ.
40-ാം അധ്യായം 7-ാമത്തെ വചനം, 13-ാം അധ്യായം 28-ാമത്തെ വചനം, ലോകത്തെല്ലാ 24-ാമത്തെ വചനം. ലോകത്ത് എവിടെയൊക്കെ നാഗരികതകളുണ്ടോ അവിടെയൊക്കെ പ്രവാചകന്മാർ വന്നു. അല്ല പറയാണ്. എന്നിട്ടോ ആ പ്രവാചകന്മാരെങ്ങോട്ടാ ക്ഷണിച്ചത്? മഹാന്മാര് മരിച്ചതിന് ശേഷം അവരെ ഇബാദത്ത് ചെയ്യാമെന്നതിലേക്കാണോ? ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, മരണപ്പെട്ടു പോയ അമ്പിയാക്കളിലേക്കും ഔലിയാക്കളിലേക്കും ക്ഷണിക്കുകയാണോ? അവരെ ഉറക്കെ വിളിച്ച് ഇബാദത്ത് ചെയ്യാൻ പഠിപ്പിക്കുകയാണോ പ്രവാചകന്മാർ ചെയ്തത്? ചോദ്യം വളരെ കൃത്യമാണ്. ഇബ്രാഹിം നബി വിളിച്ചത് ദർഗയിലേക്കോ? മഹാനായ നൂഹ് നബി വിളിച്ചത് അല്ലാഹുവിലേക്കോ? 5 ഔലിയാക്കളിലേക്കോ? നൂഹ് നബിയുടെ കാലത്ത് 5 ഔലിയാക്കളുണ്ട് എന്ന് KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ പറയുന്നു, വഹിയ അസ്മാഉർ റിജാലുൻ സാലിഹീന മിൻ ഖൗമി നൂഹിൻ. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ 5 ഔലിയാക്കൾ, വദ്ദ്, സുവാ, യഹൂസ്, യഹൂക്ക്, നസ്ർ, ഇവർ 5 ആളും ഔലിയാക്കളാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളുകളാണ്. അള്ളാഹനെ ഇബാദത്ത് ചെയ്തവരാണ്. അള്ളാഹുവിനെ അല്ലാതെ ആദം നബിയെ വിളിക്കാത്തവരാണ്. വ്യക്തം. ഈ 5 ആളുകളുടെ ബിംബുണ്ടാക്കി ലോക ചരിത്രത്തിൽ ഹൈന്ദവരല്ല ബിംബുണ്ടാക്കി, ക്രൈസ്തവരല്ല ബിംബുണ്ടാക്കി. നൂഹ് നബിന്റെ കാലത്തെ സമസ്ത. നൂഹ് നബിന്റെ കാലത്ത് നൂഹ് നബി വഹാബിയായിരുന്നു, നമ്പർ 1 വഹാബി. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കൂലേ? ചിരിക്കും. എന്നാ ഖുർആൻ വായിച്ചാലോ നിങ്ങൾ ചിരിക്കൂല. 71-ാം അധ്യായം ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വിവരിക്കട്ടെ ഉസ്താദുമാര് അടുത്ത ദിവസം. 71-ാം അധ്യായം 1 മുതൽ 28 വചനം അതിങ്ങനെ പാരായണം ചെയ്യാ, അർത്ഥം പറയാ. സമസ്ത പൂട്ടി താക്കോല് അറബിക്കടലിൽ വലിച്ചെറിയണ്ടേ? അങ്ങനെ ഒരു സാധനം പിന്നെ ഉണ്ടാവും. കാരണം 71-ാം അധ്യായം ശരിക്ക് വായിച്ച ഞെട്ടിപ്പോവും, കിടുങ്ങിപ്പോവും. ഞാൻ ഈ കാസർഗോഡ് ജില്ലയിൽ ഇത് പ്രസംഗിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് ഒരു പയ്യൻ മുജാഹിദായി സൂറത്ത് നൂഹ് അവൻ കേട്ടിട്ട്, ഒരു പക്ഷേ അവൻ ഈ സദസ്സിൽ ഉണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്, അല്ല അവൻ ഇത് കേൾക്കുന്നുണ്ടാവും. കാരണം സൂറത്ത് നൂഹ് സമസ്തക്കാര് വായിക്കാറില്ല, ഒരിക്കൽ പോലും അവരുടെ ഉസ്താദുമാർ ഒരിക്കലും ഓതി കൊടുക്കാറില്ല. ഇതൊന്നും ഞാൻ പറയുമ്പോൾ വെറുതെ പറയല്ല, കൃത്യമാണ്. പ്രവാചകന്മാർ എന്തിലേക്ക് ക്ഷണിച്ചു? സമസ്ത എന്തിലേക്ക് ക്ഷണിക്കുന്നു? ഇതാണ് ചോദ്യം. സമസ്ത എന്തിലേക്കാണ് ക്ഷണിക്കുന്നത്? അതാരാ പറയേണ്ടത്? നമ്മളാ പറയേണ്ടത്? അല്ല അല്ല, ബ്രിങ് ദ എവിഡൻസ്. സമസ്ത എന്ത് പറയുന്നു? തെളിവ് കൊണ്ടുവാ. അല്ലേ? അങ്ങനെയല്ലേ? കുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സ്വാദിഖീൻ. സൂറത്ത് ബഖറ 2-ാം അധ്യായം 111-ാമത്തെ വചനം. എവിടെ തെളിവ്? സമസ്ത ക്ഷണിക്കുന്നത് ആരിലേക്കാ? മൊയ്തീൻ ശൈഖിലേക്ക്. മരിച്ചുപോയ നബിയെ വിളിക്കാൻ, ജീവിച്ചിരിക്കുന്ന നബിയെ വിളിക്കാനല്ല, മരിച്ചുപോയ നബിയെ വിളിക്കാൻ. എന്താ തെളിവ്? സമസ്തക്കാരായ പണ്ഡിതന്മാര് പറയുന്നത് ഒരു തെളിവ്. ഒന്നാമത്തെ തെളിവ് നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കി കേൾക്കുക. കേൾക്കുമ്പോൾ നല്ലോണം കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. ശ്രദ്ധിച്ച് കേൾക്കുക, കേട്ടോളൂ. നമുക്ക് ആലിമീങ്ങൾ പഠിപ്പിച്ചെന്ന ഈ ഒരു റൂട്ട്, ആ റൂട്ട് കളിയില്ല മിനിങ്ങളെ. അതിനാണ് സുന്നത്ത് ജമാഅത്ത്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലവനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലവനെ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങള്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതുന്ന, അവിടുത്തെ ജന്മദിന ആഘോഷത്തിൽ സന്തോഷിക്കുന്ന ഒരു വലിയൊരു വ്യൂഹം. എന്താ പറഞ്ഞത്? വിശേഷിച്ച് കേരളത്തില് സമസ്ത ഉണ്ടായത് എന്തിനാണ്? ആവേശപൂർവം യാ ഔസുൽ ആലം ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നും വിളിക്കുന്ന, ആവേശപൂർവം വിളിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ. BJP എന്തിനാ അവിടെ പ്രവർത്തിക്കണേ? ഓർക്കൊരു ലക്ഷ്യമുണ്ട് അല്ലേ?
കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു ലക്ഷ്യമല്ലേ? ഉണ്ട്. അതുപോലെ ഇവിടുത്തെ യുക്തിവാദികൾക്ക് ഒരു ലക്ഷ്യമല്ലേ? ഉണ്ട്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ഒരു ലക്ഷ്യമല്ലേ? ഉണ്ട്. ഇവിടുത്തെ സമസ്തയുടെ ലക്ഷ്യം എന്താ? അള്ളാനെ ആവേശപൂർവ്വം വിളിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ എന്നാണോ ഉസ്താദ് പറഞ്ഞ്? അല്ല, ഉസ്താദ് പറയുന്നത് അറിയോ? ആലിമുകൾ പഠിപ്പിച്ച റൂട്ട് വിട്ടുപോകുന്ന ഒരു പ്രശ്നേയല്ല. എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ, ഈ ഉസ്താദ് പറയുന്ന ആലിമുകൾ ആരാണ്? നബിമാരാണോ? എങ്കിൽ ഈ ഉസ്താദ് പറഞ്ഞ ഇൽമല്ല അവര് പഠിപ്പിച്ചത്. ഈ ഉസ്താദ് പറഞ്ഞ ഇൽമല്ല എന്നതിന് എന്റെ തെളിവെന്താണ്? അള്ളാന്റെ ഗ്രന്ഥം, റസൂലുള്ളാന്റെ വചനം. അത് ഞാൻ തെളിയിക്കും. അഫ്ളലു മാ കുൻതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്തുനബി പറഞ്ഞാണ്, എന്റെ മുമ്പ് കഴിഞ്ഞു പോയ സകല ആലിമുകളായ പ്രവാചകന്മാരും അവർ വിളിച്ചെന്തിനാ? എന്തിലേക്കാ വിളിച്ചത്? പടച്ചോനിലേക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചൈസ്തരം പറയുന്ന റസൂൽ എന്നെ പറഞ്ഞ എന്താ? ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവര് പറയുന്നതോ ഖൂലു, വിളിക്കടാ മൊയ്തീൻ ശൈഖിനെ, ഉറക്ക വിളിക്കടാ, തൊൺപൊട്ടുമാറ് വിളിക്ക്. അതിനാണ് സമസ്ത. ഇത് ഉറപ്പല്ലേ?